നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യത്തെ ബഹിരാകാശ ഡോക്കിംഗ് പരീക്ഷണമായ സ്പെഡെക്സ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് ISRO നീട്ടിവെച്ചു. നാളെ നടക്കേണ്ടിയിരുന്ന സ്പെഡെക്സ് പരീക്ഷണം വ്യാഴാഴ്ചയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 30-നാണ് ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇത് വിക്ഷേപിച്ചത്. സ്പെഡെക്സ് ദൗത്യത്തിലെ ചേസർ, ടാർഗറ്റ് എന്നീ 2 കൃത്രിമ ഉപഗ്രഹങ്ങളെ അതിസങ്കീർണമായ പരീക്ഷണത്തിലൂടെ ബഹിരാകാശത്ത് വെച്ച് ഒന്നാക്കി മാറ്റുക എന്ന കടമ്പയാണ് ഇനിയുള്ളത്. ആ ഒരു പരീക്ഷണമാണ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. ISRO 2024 ഡിസംബർ 30 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് PSLV C-60 ലോഞ്ച് വെഹിക്കിളിൽ 2 സ്പെഡെക്സ് സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചത്. ഏതാണ്ട് 220 കിലോഗ്രാം വീതം ഭാരമുള്ള SDX-01, SDX-02 അതായത് ചേസർ, ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങളാണ് ഈ പരീക്ഷണ ദൗത്യത്തിൽ ഉള്ളത്. 20 കിലോമീറ്റർ അകലത്തിൽ വിക്ഷേപിക്കപ്പെട്ടതാണിത്. ഈ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 5 കിലോമീറ്റർ ആണ്. ഈ 2 ഉപഗ്രഹങ്ങളെയും വിക്ഷേപിച്ചിരിക്കുന്നത് 20 കിലോമീറ്റർ അകലത്തിലാണ്. ഈ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അകലം കുറച്ചു കൊണ്ടുവരികയാണ് ലക്ഷ്യം. ആദ്യം 5 കിലോമീറ്ററായും പിന്നെ 1.5 കിലോമീറ്ററായും പിന്നീട് 500 മീറ്ററായും 15 മീറ്ററായും 3 മീറ്ററായും സാവധാനം കുറച്ചു കൊണ്ടുവന്നാണ് ഇവയെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുക. അതിനെയാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു പരീക്ഷണം 9-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനിയും കാത്തിരിപ്പ് നീളും. സ്പെഡെക്സ് ഡോക്കിംഗ് വിജയിപ്പിച്ചാൽ ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുള്ള 4ാമത്തെ രാജ്യം എന്ന നേട്ടം ഇന്ത്യക്ക് സ്വന്തമാക്കാനാകും. ഇതിനു മുൻപ് അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്കാണ് ഈ നേട്ടം ഉള്ളത്. ബഹിരാകാശ ഡോക്കിംഗ് ടെക്നോളജി വിജയിപ്പിച്ചിട്ടുള്ളത് ഈ രാജ്യങ്ങൾ മാത്രമാണ്. ആ പട്ടികയിലേക്ക് ഇടം നേടാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ രാജ്യവും. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ നിർമ്മാണത്തിന് സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ ISROയ്ക്ക് അനിവാര്യമായി മാറിയിരിക്കുകയാണ്. ഈ പരീക്ഷണം നടത്തുന്നതിന് മുൻപ് വലിയ സജ്ജീകരണങ്ങളായിരുന്നു ISRO ഒരുക്കിയിരുന്നത്. സ്പെഡെക്സ് സാറ്റലൈറ്റ് ഡോക്കിങ്ങിനായി ഔദ്യോഗിക YouTube ചാനലിൽ ലൈവ് സ്ട്രീമിംഗ് ഫീഡ് വരെ ISRO തുടങ്ങിയിരുന്നു. പക്ഷേ ഇത് പരീക്ഷണം തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു പരീക്ഷണം നമുക്ക് വിജയിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയോടെ തന്നെയാണ് ഏവരും ആയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പരീക്ഷ നീട്ടിവെച്ചത് എന്നതിനെക്കുറിച്ചുള്ളത് വ്യക്തത, ഒരു വിശദീകരണം ISRO നൽകിയിട്ടില്ല. എന്തായാലും 9-ാം തീയതി വരെ രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വിജയകരമാകുവാൻ, മറ്റൊരു നേട്ടം കൂടി, സുവർണ്ണ നേട്ടം കൂടി സ്വന്തമാക്കാൻ. സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിനുള്ള സ്പെഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങളെ കൃത്യമായി ഭ്രമണപഥത്തിൽ സ്ഥാപിക്കാൻ PSLVക്ക് സാധിച്ചിരുന്നു. സ്പെഡെക്സ് ഉപഗ്രഹങ്ങളിൽ നിന്ന് സിഗ്നൽ കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്ന് ISRO നേരത്തെ വ്യക്തമാക്കിയതാണ്. PSLV റോക്കറ്റിന്റെ 4ാം ഘട്ടത്തെ ബഹിരാകാശത്ത് നിലനിർത്തി ചെറു പരീക്ഷണങ്ങൾ നടത്താൻ അവസരം നൽകുന്ന POEM പദ്ധതിയുടെ ഭാഗമായി 24 ചെറു പരീക്ഷണങ്ങളും ബഹിരാകാശത്തേക്ക് അയച്ചിരുന്നു. ഇതിൽ തിരുവനന്തപുരത്തെ IIST വിദ്യാർത്ഥികൾ നിർമ്മിച്ച പൈലറ്റ് 2 അഥവാ ഗ്രേസ് എന്ന പേലോഡും ഉണ്ട് എന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ബഹിരാകാശത്ത് നിന്ന് മാലിന്യങ്ങൾ പിടിച്ചെടുക്കാൻ കെൽപ്പുള്ള യന്ത്രക്കൈ, ബഹിരാകാശ നിലയത്തിൽ ഉപയോഗിക്കാൻ പദ്ധതിയിടുന്ന വാൾക്കിംഗ് റോബോട്ടിക് ആമും ബഹിരാകാശത്ത് വിത്ത് മുളപ്പിക്കുന്ന ക്രോപ്സും പേലോഡുകളിലുണ്ട്. എന്തായാലും സ്വന്തമായ ഒരു ബഹിരാകാശ നിലയം എന്ന ഇന്ത്യയുടെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ISRO. ബഹിരാകാശത്ത് വീണ്ടും ചരിത്രം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.